കോൺഗ്രസ് വരും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതാ വരുവുള്ളൂ. വികസനമൊന്നുമില്ലേ? അത് വന്നാലേ കാര്യമുള്ളൂ. നിലവിലെ CPM സർക്കാർ മോശമാണോ? വളരെ മോശമാണ്. ഭരണേ വരിയില്ല, ഒരു ഗുണവുമില്ല, ഒരു ഉടായ്പാണ്. LDFിന്റെ കോട്ടയല്ലേ? LDFിന്റെ കോട്ടയാണ്. ഒരു മാറ്റം കോങ്ങാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ അറിയില്ല, അത് തെറ്റായ കാര്യങ്ങളാണ്. അതൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ദാക്ഷ്യങ്ങൾ അതിന് ഒരുപാട് എതിർപ്പയർക്ക് ഉണ്ട് ഉള്ളിൽ, പാർട്ടിൻ്റെ ഉള്ളിൽ. പക്ഷേ ആരും വെളിയിൽ പറയില്ല എന്ന് മാത്രം. ഭരണമാറ്റം ഉണ്ടാവുമോ ഇവിടെ? ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളൊക്കെ. ബാക്കി കാണാ, ചിലപ്പോ തുടരുന്ന തോന്നുന്നത്. ഇനി ഒന്ന് മാറ്റം വേണ്ടേ നമുക്ക്? നമസ്കാരം. മറുനാടൻ ഇലക്ഷൻ സർവേ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചൂട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. ചേട്ടാ, എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടായോ? തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വികസനങ്ങളൊക്കെ ഉണ്ടോ? വികസനമുണ്ട്, കുറേ വികസനം ഉണ്ടല്ലോ. ഈ മണ്ഡലത്തിൽ ശാന്തകുമാരിൻ്റെ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഇപ്പോൾ തുളസി ടീച്ചറാണ് ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നില്ല, അടുത്ത സ്ഥാനാർത്ഥി UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടില്ല. പിന്നെ BJPൻ്റെ ശ്രീജ, 3 സ്ത്രീകളെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ത്രികോണ മത്സരം ആവുമോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? കുഴപ്പമില്ല. ആര് കൊണ്ടുപോകും ഇത്തവണ? BJP കൊണ്ടുവന്ന് പറയുന്നു. ആണോ? അത്രയും ഉറപ്പാണോ? ഓക്കെ. അല്ല, എനിക്ക് അതിനെപ്പറ്റി പറയാൻ യാതൊരു സാധ്യതയില്ല. അത് ജനങ്ങൾ ഇപ്രാവശ്യം എങ്ങനെ ചെയ്യുന്നുള്ളതിന് അനുസരിച്ചിരിക്കും. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വികസനം ഇല്ലായ്മയുണ്ടോ? അതോ എന്തെങ്കിലും ഇനി വികസിക്കാനുണ്ടോ? വികസനം ഉണ്ട്, ഇനിയും കുറേ കൂടുതലായിട്ട് ഇനിയും നടത്താനുണ്ട്. അത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്, രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. റോഡിന്റെ വികസനമൊക്കെ ഉണ്ട്. റോഡൊക്കെ കുഴപ്പമില്ല. ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? ഉണ്ട്. അതെ. അപ്പം നിലവിലെ MLA പറ്റിയിട്ടൊക്കെ വലിയ അഭിപ്രായമൊക്കെ ആ ചേട്ടൻ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് അങ്ങോട്ട് നോക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? ഇലക്ഷനൊക്കെ അല്ലേ? എന്താണ് സാധ്യത ഇവിടെ? MLA തന്നെ തുടരും എന്നാണോ? നല്ല MLA ആയിരുന്നോ? ഇവിടെ വികസനങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്കൊപ്പമാണോ നിന്നത്? ആയിരുന്നു. ഇനി എന്തൊക്കെ വികസനങ്ങൾ ഇവിടേക്ക് വരാനുണ്ട്? ഇവിടെ ഇപ്പോൾ കുറേ ബഡ്ജറ്റ് ബിൽഡിംഗ് ഒക്കെ ഇതൊക്കെ മാറ്റുകയാണ്. ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒക്കെ പൊളിക്കാൻ പോവുകയാണ്. മാറ്റങ്ങൾ വരുന്നു വിചാരിക്കുന്നു. ചൂട് കൂടുതലാണോ ഇവിടെ? അതെ. വെള്ളം കുടിക്കുക. അതുകൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ വരുമല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യമൊക്കെ? കുഴപ്പമില്ല. ആര് വരും? സാധ്യത കോൺഗ്രസ് വരും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതാ വരുവുള്ളൂ. വികസനമൊന്നുമില്ലേ? അത് വന്നാലേ കാര്യമുള്ളൂ. നിലവിലെ CPM സർക്കാർ മോശമാണോ? എങ്ങനെ? വളരെ മോശമാണ്. ഭരണേ വരിയില്ല, ഒരു ഗുണവുമില്ല, ഒരു ഉടായ്പാണ്. അതായിരിക്കും പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമൊക്കെ ഉണ്ടല്ലോ അതോ? അത് എന്താ നമ്മൾ കാണണല്ലേ. 24 TV കാണുന്ന ആളാണ് ഞാൻ. അത് പറയാനില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതെ. അപ്പം അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇത്തവണ വോട്ട് കൊടുക്കുക. അതെ. ചേട്ടാ, എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പല്ലേ, എങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വലിയ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആരാണ് നമുക്ക് നാട്ടിലേക്ക് ഗുണം? ആര് വന്നാലാണ് നമുക്ക് ഉപകാരം? ആര് വന്നാലാണ് നമുക്കിവിടെ വികസനം? അവർക്കനുസരിച്ച് നമ്മൾ. വികസനങ്ങളൊന്നും ഇല്ല അല്ലേ ഇവിടെ? വികസനം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി ഒന്ന് ഉഷാറാകാനുണ്ട്. കോങ്ങാട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന്? അതുണ്ട്. ചെറിയൊരു മാറ്റം കിട്ടുകയാണെങ്കിലൊക്കെ നല്ലതാണ്. ചെറിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ നോക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടെ? തെരഞ്ഞെടുപ്പല്ലേ, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയൊക്കെ ഓരോ മനുഷ്യരുടെ ജനങ്ങളുടെ ഓരോ ഇതിൽ എന്താണ് കോങ്ങാട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളൊരാൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾ നമ്മുടെ ഒരു തീരുമാനമായിരിക്കും. ചിലപ്പോൾ ഒരാൾ ഒരു MLA സ്ഥാനം തന്നെ തെറിക്കാൻ. അതൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയമൊന്നും അങ്ങനെ തുറന്ന് പറയാൻ പറ്റിയ സൈസില്ല. അതൊക്കെ മനസ്സിലുള്ള ആ സമയത്ത് പോകുമ്പോൾ വോട്ട് ചെയ്യുക, വരിക, തലമുറ എന്നല്ലാതെ നമ്മൾ സജീവ രാഷ്ട്രീയക്കാരല്ല. ഇവിടെ വികസനമുണ്ടോ അതോ വികസനം മുരടിപ്പാണോ? കുഴപ്പമൊന്നുമില്ല. വികസനമൊക്കെ അത്യാവശ്യമുള്ള സ്ഥലത്തില്ല. ഇവിടെ സ്ഥിരമായിട്ട് LDFിന്റെ കോട്ടയല്ലേ ഇതൊക്കെ. LDFിന്റെ കോട്ടയാണ്. ഒരു മാറ്റം കോങ്ങാട് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ അറിയില്ല, നമുക്കറിയില്ല. നമ്മളൊരാൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ചേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു നിൽപ്പുള്ളതാണ്. LDFിന് വോട്ട് കൊടുക്കുന്ന ആളാണ്. ഒരിക്കലും മാറില്ല. മാറില്ല. ഓക്കെ. ഒരു നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഈ TV-യിലൊക്കെ കാണുന്നല്ലോ ധാർഷ്ട്യം.
ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കാര്യം ചോദിക്കാണ്ടിരുന്നത് അപ്പോൾ വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞല്ലോ, അത് ശരിയായ കാര്യമാണോ? അത് ശരിയല്ല, അത് തെറ്റായ കാര്യങ്ങളാണ്. അതൊന്നും അങ്ങനെ പറയാൻ പാടില്ല രാഷ്ട്രീയങ്ങൾ. അതിന് ഒരുപാട് എതിർപ്പുകാർക്ക് ഉണ്ട് ഉള്ളിൽ, പാർട്ടിൻ്റെ ഉള്ളിൽ, പക്ഷേ ആരും വെളിയിൽ പറയില്ല എന്ന് മാത്രമേ. അതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാവും വിചാരിക്കാം. തീർച്ചയായിട്ടും അതെ. CPM പ്രവർത്തകർ പോലും പറയുന്നത് അത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ആളുകൾക്ക് പിടിക്കില്ല, ആർക്കും പിടിക്കില്ല. അതൊക്കെ എന്തായാലും നോക്കും. അത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചേട്ടാ, എങ്ങനെയുണ്ട് കോങ്ങാട് വികസനങ്ങൾ, റോഡ് വികസനമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? അവിടെയൊക്കെ നല്ല വികസനം തന്നെ കോങ്ങാട്. ഇനി എന്തൊക്കെയാണ് ഇവിടെ ആവശ്യം? എന്താ ആവശ്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരുവിധ ആവശ്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും നാടിന് പുരോഗമനം പലതും വരാനുണ്ട്. ഒരു രാഷ്ട്രീയ മാറ്റം, ഭരണമാറ്റം ഉണ്ടാവുമോ ഇവിടെ? ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളൊക്കെ. ബാക്കി കാണാം, ചിലപ്പോൾ തുടരുന്ന തോന്നുന്നത്. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ, വേണ്ടതാണ്. ജനങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയപരമായ? ഇതിൽ LDF ആണ് 4-5 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ചിരിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. കേരള ഭരണം മാറുമ്പോൾ ഇവിടെയും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭരണം എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൂർത്തിയായല്ലോ, 10 കൊല്ലമായല്ലോ. ഇനിയും വേണ്ടേ, ഇനിയൊന്ന് മാറ്റം വേണ്ടേ നമുക്ക്? അത്രയല്ലേ. അതെ അതെ. ചേട്ടാ, എന്താണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ കോങ്ങാട്? മാറ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു വീണ്ടും LDF വരുന്ന ആഗ്രഹം. കുഴപ്പമില്ല, നല്ലൊരു ഭരണം കാഴ്ച ചെയ്താണ്. ഇവിടെ അത്യാവശ്യം വികസനം, സ്കൂള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. JP സ്കൂള് നല്ല കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്. വീണ്ടും LDF വരണം എന്നുള്ളത് തുടരണമെന്നാണ് ആഗ്രഹം. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ അതോ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഓരോ മാറ്റമല്ല, കറക്റ്റാണ്. അവിടെ മാറ്റം വേണം. മാറ്റം വേണ്ട, വേണ്ട. അതെ LDF തന്നെ തുടരണം. കോങ്ങാട് എന്താണ് ഇത്ര? അത് നല്ല ഇതുണ്ടല്ലോ, നല്ല പുരോഗമനമുണ്ട്. റോഡായിട്ടും സ്കൂളായിട്ടും അംഗൻവാടിയായിട്ടും റെഡിയാണ്. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നല്ല രീതിയിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. ചേട്ടാ, കോങ്ങാട് ഒരു ഭരണം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ്, അതോ തുടരണോ? ഭരണം മാറാൻ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. മാറാനും മാറാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അച്ഛാ, ഒരുപാട് നാളായിട്ട് കോങ്ങാട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്ന ആളാകുമ്പോൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, ഒരുപാട് രാഷ്ട്രീയക്കാരെ കാണുന്നുണ്ട്. നിലവിലൊരു ഭരണമാറ്റം വേണോ അതോ LDF തുടരണോ? അങ്ങനെ പറയുക, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഒരാൾ വിചാരിച്ചാൽ 2 വിചാരിച്ചാൽ നടക്കില്ലല്ലോ. ഒരാൾ വിചാരിച്ചാൽ നടക്കും, ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ ഒരു വോട്ടായിരിക്കും ഇവിടുത്തെ MLA ചിലപ്പോൾ തോൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ജയിപ്പിക്കുന്നത്. അത് ഒരാൾ വിചാരിച്ചാൽ മതി. അതാണല്ലോ നമ്മുടെ ഈ വിരൽത്തുമ്പിൽ ഇരിക്കുന്നത്, അല്ലേ? അതെ, അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല, അല്ലേ? ആയിക്കോട്ടെ. ഇനി എന്താണ് ഇവിടെ നമുക്ക് ആവശ്യം? ഒന്നും വേണ്ട, വികസനം പൂർത്തിയായി. വികസനമൊക്കെ പൂർത്തിയായി, ധാരാളമായി. അപ്പോൾ അദ്ദേഹത്തിന് വികസനം പൂർത്തിയായി എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ്. ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരും കോങ്ങാടുണ്ട്. എന്നാൽ ഭരണമാറ്റം വേണമെന്ന് പറയുന്നവരുമുണ്ട്. കുറേ നാളായില്ലേ ഈ MLA ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. മാറണം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ പറ്റിയിട്ടും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ദിവസവും ടെലിവിഷനിൽ കൂടി കാണുന്നുണ്ട്. അതൊക്കെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക എന്നും ചിലർ വ്യക്തമാക്കിയിട്ടുണ്ട്.